എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റില്ല, സ്പീഡ് കിട്ടില്ല, ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കറക്റ്റ് അതാത് ദിവസം വരച്ചിട്ട് ഇത് എനിക്ക് അയച്ചു തരിക. ഞാൻ കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയും. Position of solids inclined to position of solids with axis inclined to both reference plane. Next column. Write down the question. A pentagonal pyramid. A pentagonal pyramid. A pentagonal pyramid. Edge of base 25 mm and height 60 mm. A pentagonal pyramid. Edge of base 25 mm and height 60 mm. Come on, is resting on a corner of its base. Is resting on a corner of its base in such a way is resting on a corner of its base in such a way that the slant edge containing that corner makes an angle of 45 degree with the HP in such a way that the slant edge containing the corner makes an angle of 45 degree with HP and top view of the axis makes an angle of 30 degree with the x-plane. Slant edge containing that corner makes an angle of 45 degree with the HP and the top view of the axis makes an angle of 30 degree with the xy line. Full stop. Draw the projections of the pyramid. Draw the projections of the pyramid. Okay. A pentagonal pyramid, edge of base 25 mm and height 60 mm. Height 60 mm is resting on a corner of its base in such a way that the slant edge containing that corner makes an angle of 45 degree with the HP and the top view of the axis makes an angle of 30 degree with the x line. Draw the projections of the pyramid. Okay, so ഇതിന്റെ simple portion എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് പറഞ്ഞേ. What will be the simple portion? Where is it resting? Question വായിച്ച് നോക്കിയിട്ട് what will be the simple portion? അത് ഐഡന്റിഫൈ ചെയ്യാം. Okay. So what will be the simple portion? ഇവിടെ resting on HP or resting on VP ഇങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. Resting on HP or resting on VP ഇങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. So in such a situation അപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ where it is resting HP or VP മെൻഷൻ ചെയ്തില്ല, you have to assume that the object is resting on HP.
ഓക്കെ, ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ഡിഫോൾട്ടായിട്ട് അസ്യൂം ചെയ്യുക ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. Okay, so here the pentagonal pyramid is resting on a corner of its base on the HP. ഇങ്ങനെയാണ് നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ രണ്ട് ഇൻക്ലിനേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് the inclination of slant edge contained in the corner, and the second inclination is top view of the axis. Okay, so രണ്ട് inclination ഉണ്ട്. So which one will you consider first? ഏത് inclination ആണ് കൺസിഡർ ചെയ്യുക? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഏത് ഇൻക്ലിനേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യും? സോളിഡ് വിത്ത് ആക്സിസ് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ, സോളിഡ് വിത്ത് ഇൻക്ലിനേഷൻ വിത്ത് ബോത്ത് HP ആൻഡ് VP വരുന്ന സമയത്ത് വിച്ച് ആംഗിൾ ടു ബി കൺസിഡർഡ് ഫസ്റ്റ്? ഏത് ആംഗിളാണ് കൺസിഡർ ചെയ്യാം? സോ ഞാൻ പറഞ്ഞു, ഇവിടെ ഒബ്ജക്റ്റ് റെസ്റ്റിംഗ് ഓൺ HP ഇവിടെ അസ്യൂം ചെയ്യണം. ഇവിടെ വേറെ ഒന്നും പറയാത്തത് കാരണം, അതായത് റെസ്റ്റിംഗ് ഓൺ VP എന്നോ HP എന്നോ മെൻഷൻ ചെയ്യാത്തത് കാരണം യു ഹാവ് ടു അസ്യൂം ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. സോ ഏത് പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഏത് പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്നത്. സോ ഹിയർ വി ആർ അസ്യൂമിങ് ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP ആൻഡ് inclination with HP is given. അല്ലേ, എന്താണ് inclination with HP? എന്തിന്റെ inclination ആണത്? The slant edge contained in the corner. Which corner? The corner which is touching the plane HP. ഓക്കെ, അതായത് റെസ്റ്റ് ചെയ്യുന്ന കോർണർ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ലാൻഡ് എഡ്ജ്. ഇവിടെ നമ്മൾ സാധാരണ കോർണർ കണ്ടീഷൻ ആവുന്ന സമയത്ത് റൈറ്റ് എക്സ്ട്രീമിൽ ഒരു കോർണർ കൺസിഡർ ചെയ്യാലോ. സോ ആ കോർണറിലൂടെ വരുന്ന സ്ലാൻഡ് എഡ്ജ്, കോർണറിലൂടെ വരുന്ന സ്ലാൻഡ് എഡ്ജ്, ദാറ്റ് സ്ലാൻഡ് എഡ്ജ് ഇസ് മേക്കിംഗ് an angle of 45 degree with the HP. Okay, 45 degree with the HP. Okay, so നമ്മൾ ഇതിന്റെ സിമ്പിൾ പോർഷൻ എന്താണ് വേണ്ടത്? റെസ്റ്റിംഗ് ഓൺ HP ആണ് അസ്യൂം ചെയ്യല്ലോ. സോ യു ഹാവ് ടു മേക്ക് ഇറ്റ് പെർപെൻഡിക്കുലർ ടു HP. സോ അതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂ ആയിരിക്കും നിങ്ങൾ വരച്ച് തുടങ്ങേണ്ടി വരിക. അപ്പോൾ ഏത് പ്ലെയിനാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനുമായിട്ട് ആക്സിസ് പെർപെൻഡിക്കുലർ വെച്ചാൽ ദാറ്റ് വിൽ ബി ദ സിമ്പിൾ പൊസിഷൻ. സോ ഇൻ ദിസ് കേസ് ഇതാണ് സിമ്പിൾ പൊസിഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോപ്പ് വ്യൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് സിൻസ് ദിസ് എ കോർണർ കണ്ടീഷൻ റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരേണ്ടി വരും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് draw the XY line and ഒരു കോർണർ എക്സ്ട്രീം പോസ്റ്റിൽ വരുന്ന വിധത്തിൽ വരക്കണമെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരണമെങ്കിൽ ലെഫ്റ്റ് എക്സ്ട്രീമിൽ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് ലൈൻ വരച്ചാൽ മതി. സോ ഓക്കെ, പെന്റഗണൽ പിരമിഡ് ആണ് ഇതുപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പെന്റഗണൽ പിരമിഡ് നിങ്ങൾ വരച്ചിട്ടുണ്ടോ? പെന്റഗണൽ പിരമിഡ് നേരത്തെ വരച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പെന്റഗണൽ പിരമിഡിന്റെ രണ്ട് എഡ്ജിനിടയ്ക്കുള്ള ആംഗിൾ എത്ര വരിക? വാട്ട് വിൽ ബി ദ ആംഗിൾ ബിറ്റ്വീൻ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നില്ലേ? ഹലോ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു കാര്യം, അതായത് ക്ലാസ് എടുക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കരുത്. അത് ഡിസ്റ്റർബിങ് ആണ് കേട്ടോ. ആർക്കും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡിസ്റ്റർബിങ് ആണ്. ക്ലാസ് കട്ടായിട്ടുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ അയക്കുക. ഓക്കെ, ക്ലാസ് കട്ടായിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ അല്ല, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രം വാട്സപ്പിൽ അയക്കുക. അല്ലാതെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. ഓക്കെ, ആരൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്? നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്ന് അറ്റൻഡൻസിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിന്നെ അറിയിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിലെ ചാറ്റ് ബോക്സിൽ ഇടാം. ഇവിടെ ഗൂഗിൾ മീറ്റിലെ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, സോ പെന്റഗണിൽ രണ്ട് എഡ്ജസിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ് വരിക? 102 അല്ല കേട്ടോ, 102 അല്ല വരിക, 102 അല്ല. നമ്മൾ ഹെക്സഗന്റെ കേസിൽ രണ്ട് എഡ്ജിന് ഇടയ്ക്കുള്ള ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഹെക്സഗന്റെ കേസിൽ രണ്ട് എഡ്ജസിന് ഇടയ്ക്കുള്ള ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്?
നമ്മൾ കറക്റ്റ് സെന്ററിന് നമ്മൾ ഇതിന്റെ കോർണേഴ്സിലേക്കൊക്കെ ലൈൻസ് വരയ്ക്കുകയാണ്. അതായത് നമ്മളിതിനെ 5 ഈക്വൽ സെക്ഷൻസ് ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഓരോ സെക്ഷന്റെ ആംഗിൾ എത്ര വരിക? ഈ ടോട്ടൽ ആംഗിൾ വിൽ ബി 360 ഡിഗ്രി. സോ ആ 360നെ നമ്മൾ ഈക്വൽ 5 പാർട്സ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ എത്ര വരിക? 72 അല്ലെ? 72 360/5 72 ആണ് വരിക. ഓക്കെ, സോ ഇത് 72 ആണെങ്കിൽ വാട്ട് വിൽ ബി ദീസ് ടു ആംഗിൾസ്? ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾ, ദിസ് ഇസ് ആൻ ഐസോസെൽസ് ട്രയാംഗിൾ അല്ലേ? ദിസ് ഇസ് ആൻ ഐസോസെൽസ് ട്രയാംഗിൾ, ദീസ് ആർ ഈക്വൽ സൈഡ്സ്. ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണ്. സോ ദീസ് ടു ആംഗിൾസ് ഷുഡ് ബി ഈക്വൽ. ഓക്കെ, സോ അത് എത്ര ആയിരിക്കും വരിക? ടോട്ടൽ ആംഗിൾ 180 ആയിരിക്കും. 180 72 മൈനസ് ചെയ്താൽ എത്ര വരും? 180 72 മൈനസ് ചെയ്താൽ എത്ര വരും? 108 വരില്ലേ? 108. ഓക്കെ, സോ ആ 108ന്റെ ബൈ 2 ആയിരിക്കണം ഈ രണ്ട് ആംഗിൾസ് വേണ്ടത് അല്ലേ? സോ 54 ഈച്ച്. സോ ദിസ് വിൽ ബി 54. അതുപോലെ നെക്സ്റ്റ് അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്ന ഈ ട്രയാംഗിൾ, ഈ ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി 54. സോ ലൈക്ക് ദിസ് എല്ലാത്തിലും അങ്ങനെ വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ രണ്ട് അഡ്ജസ്റ്റന്റ് ആംഗിൾ എത്ര വരിക? ദാറ്റ് വിൽ ബി 108. ഓക്കെ, 54 പ്ലസ് 54 108. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് പോളിഗണിന്റെ കേസിലും റെഗുലർ പോളിഗണിന്റെ കേസ് കേട്ടോ, റെഗുലർ പോളിഗൺ ആയിരിക്കണം. ഓക്കെ, റെഗുലർ എന്ന് പറയുമ്പോൾ ബേസ് എഡ്ജസ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ 108 ആംഗിൾ എടുത്തിട്ടാണ് നമ്മൾ ഈ പെന്റഗൺ വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 108. സോ ഫസ്റ്റ് ഒരു എഡ്ജ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. പ്രൊട്രാക്റ്റഡ് കോർണറിൽ വെച്ചിട്ട് 108 ആംഗിളിൽ ഫസ്റ്റ് അടുത്ത എഡ്ജ് വരയ്ക്കുക. അതുപോലെ ഇവിടെ വെച്ചിട്ട് നെക്സ്റ്റ് 108 ആംഗിൾ അടുത്ത എഡ്ജ് വരയ്ക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെ ഓരോ കോർണർ ഓരോ പോയിന്റിൽ വെച്ച് നമ്മൾ 108 എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ഇവിടെ വെക്കുമ്പോൾ അങ്ങനെ ഇതുപോലെ വെക്കണം പ്രൊട്രാക്ടർ. ഓക്കെ, ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് അറിയാത്ത ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഇവിടെ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലാസ്റ്റ് കോർണർ കാണാൻ എന്താ കോമ്പസിൽ എല്ലാ എഡ്ജിനും സെയിം ലെങ്ത് ആണല്ലോ, ആ ലെങ്ത് ഇവിടുന്ന് എടുത്ത് കട്ട് ചെയ്യുക, ഇവിടുന്ന് എടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കോർണർ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പിൽ നിങ്ങൾക്ക് വരക്കാം. സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സെന്റർ കാണണം. പെന്റഗണിന്റെ സെന്റർ. ഹെക്സഗണിന്റെ കേസിലും സ്ക്വയറിന്റെ കേസിലൊക്കെ സെന്റർ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്തു അല്ലെ? ഡയഗണൽസ് വരച്ചു. അപ്പൊ അതിന്റെ മീറ്റിംഗ് പോയിന്റ് ആയിരുന്നു സെന്റർ ആയിട്ട് നമ്മൾ എടുത്തത്. ബട്ട് ഇവിടെ നമുക്ക് അത് പറ്റില്ല. ഇവിടെ ചെയ്യുന്നത് നോക്കാം, ഒരു കോർണറിന്ന് അതിന് ഓപ്പോസിറ്റ് വരുന്ന എഡ്ജിന്റെ മിഡിൽ പോയിന്റിലേക്ക് ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്. ഓക്കെ, ഈ എഡ്ജിന്റെ മിഡിൽ പോയിന്റ് ഈ ഓപ്പോസിറ്റ് കോർണറിലേക്ക് ലൈൻ വരിക. അതേപോലെ തന്നെ വേറൊരു എഡ്ജിന്റെ മിഡിൽ പോയിന്റ് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ ഈ മീറ്റിംഗ് പോയിന്റ്, ദിസ് വിൽ ബി ദ സെന്റർ ഓഫ് ദ pentagon. Center of the pentagon എന്ന് പറയുമ്പോൾ in the top view that represents the axis. Okay, in the top view that point represents the axis. So ഇവിടുന്ന് എല്ലാ കോർണേഴ്സിലേക്കും സ്ലാൻഡ് എഡ്ജസ് നമുക്ക് വരയ്ക്കാം. ഇതിനെ വരയ്ക്കുന്നത് വിസിബിൾ ആണല്ലോ. ഓക്കെ, പെന്റഗൺ പിരമിഡ് ആണല്ലോ. പിരമിഡിന്റെ കേസിൽ ഈ എഡ്ജസ് ഒക്കെ വിസിബിൾ ആയിരിക്കും. സോ യു ഹാവ് ടു മാർക്ക് ഇറ്റ് യൂസിങ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ. ഓൾസോ സെന്റർ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ഇനിഷ്യലി വരയ്ക്കുന്ന ലൈൻസ് ഷുഡ് ബി കണ്ടിന്യൂസ് തിൻ ലൈൻ ആൻഡ് യു മേ ഇറേസ് ദാറ്റ്. ഓക്കെ, കംപ്ലീറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ഇറേസ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് കാണാൻ ഒരു വൃത്തിയോടായിരിക്കും, നീറ്റ്നെസ് ഉണ്ടാവില്ല. സോ വളരെ ലൈറ്റ് ആയിട്ട് രണ്ട് ലൈൻസ് വെച്ച് സെന്റർ കാണാം. ദെൻ തിക്ക് ലൈൻസ് വെച്ചിട്ട് കോർണേഴ്സിലേക്ക് സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കാം. നൗ ഐ ആം നെയിമിംഗ് ദിസ് A, B, C, D and E. These are the base corners and apex is O, base center H. Apex O and base center H. Next നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നേരെ XY ലൈനിലേക്ക് പോയിട്ട് ടു ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ലെഫ്റ്റ് എക്സ്റ്റ് ചെയ്യുന്നു, റൈറ്റ് എക്സ്റ്റ് ചെയ്യുന്നു, ലൈൻസ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്? ആക്സിസ് വരയ്ക്കണം അല്ലെ? അപ്പൊ ഈ പോയിന്റ് ഓന്ന് നേരെ മുകളിലേക്ക് ലൈൻസ് പ്രൊവൈഡ് ആൻഡ് ആക്സിസിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എത്രയാണ് ആക്സിസ് ലെങ്ത്? അത്രയും ലെങ്ത്തിൽ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയാണ് ആക്സിസ് പറയുന്നത്.
It is 60 mm. 60 mm ആണ് ആക്സിസ് വന്നത്. സോ 60 mm പ്രൊജക്ട് ചെയ്യാം. Base is 25 mm. Okay. Now this will be the front view of the pyramid at this position. Okay. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂല് ഇവിടെ നോക്കുക, ഈ ആക്സിസ് കറക്റ്റ് വരുന്നത് ഈ പൊസിഷനിൽ ബേസിന്റെ കറക്റ്റ് മിഡിൽ പോയിന്റിലല്ല. ഓക്കെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. X7ന്റെ കേസിലും സ്ക്വയറിന്റെ കേസിലൊക്കെ കറക്റ്റ് ഈ ബേസിന് സെൻട്രലായിട്ടാണ് നമുക്ക് ഇവിടെ ആക്സിസ് കിട്ടിയതെങ്കിലും പെന്റഗണിന്റെ കേസിൽ കറക്റ്റ് സെൻട്രലായിട്ടായിരിക്കില്ല കിട്ടുന്നുണ്ടാവുക, കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പൊസിഷനാണ് പറഞ്ഞത് കേട്ടോ, ഈ പൊസിഷനിൽ. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ നമുക്ക് ബേസ് കോർണേഴ്സ് മാർക്ക് ചെയ്യണ്ടേ. ഇതിൽ this will be corner A dash, and right extremely this will be point C dash. Both of these corners will be visible, and one more corner, that is B, also will be visible in the front view. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, എക്സ്വൽ എന്ന എവറി ആയിട്ടുള്ള കോർണേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെ ഫ്രണ്ട് വ്യൂ വിസിബിൾ ആയിരിക്കും ഞാൻ പറഞ്ഞു. സോ B will be visible. അത് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് B എന്നൊരു ലൈൻ നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. സോ B എന്നൊരു ലൈൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ that will pass through this corner. So B ന്റെ ഡയറക്റ്റ് ബിഹൈൻഡ് ആയിരിക്കും പോയിന്റ് B ഉണ്ടാവും. So B visible ആണ്. So mark it outside the bracket and D in the instead of bracket. Okay. Now apex to O dash, join line from B dash to O dash. Line എന്താണ്? This represents the slant edge. B visible ആണെങ്കിൽ B നോവിലേക്ക് പോകുന്ന slant edge front view visible ആയിരിക്കും. Okay. ഇവിടെ ഇത് വിസിബിൾ ആണ്, ഈ എഡ്ജ് വിസിബിൾ ആണ്. ഓക്കെ, ഈ എഡ്ജ് വിസിബിൾ ആണ്, റൈറ്റ് എക്സ്ട്രീമുള്ള ഈ എഡ്ജ് വിസിബിൾ ആണ്, ഇവിടെ ഈ വരുന്ന ഈ എഡ്ജ് വിസിബിൾ ആയിരിക്കും. സോ 3 longer edges will be visible in the front view in this position. So this is the simple version. And next നമ്മൾ immediately after consider ചെയ്യേണ്ട ആംഗിൾ ഏതാ? There are two angles അല്ലെ, രണ്ട് ആംഗിൾസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഫസ്റ്റ് റസ്റ്റ് ചെയ്യുന്ന ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി വിത്ത് HP എന്ന് പറഞ്ഞത് അത് എന്തിന്റെ ഇൻക്ലിനേഷൻ ആണ്? ആക്സിസിന്റെ ഇൻക്ലിനേഷൻ ആണോ? ആക്സിസ് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ ആണോ 45 ഡിഗ്രി? അല്ലല്ലോ. എന്ത് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ ആണ്? എന്ത് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ ആണ് 45 ഡിഗ്രി? ഇതാണ് പറ. Edge. Which edge? Which edge? The base edges, longer edges, or slant edges? Which edge? ഏത് എഡ്ജ് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ ആണ് 45 ഡിഗ്രി? Slant edge. Okay, slant edge. Slanted അല്ല കേട്ടോ, slant edge. Okay, slant edge. അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞത് slant edge containing that corner makes an angle of 45 degree with the HP now. Which corner? Which corner? Slant edge containing that corner means which corner? അതായത് റസ്റ്റ് ചെയ്യുന്ന കോർണർ, ഏത് കോർണറിലാണോ ഒബ്ജക്റ്റ് റസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ കോർണർ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ലാന്റ് എഡ്ജ് ആണ്. സോ ഇത് HP റസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഇതുപോലെ ഒരു കോർണറിലായിട്ടാണ് റസ്റ്റ് ചെയ്യാം. ഓക്കെ, റസ്റ്റിംഗ് ഓൺ എ കോർണർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കോർണർ കണ്ടെയ്ൻ ചെയ്യുന്ന എഡ്ജ് എന്ന് പറഞ്ഞാൽ ഏതാ? അത് ഇതല്ലേ, ഈ സ്ലാന്റ് എഡ്ജല്ലേ വരുന്നത്. ദിസ് ഈസ് ദ സ്ലാന്റ് എഡ്ജ്. ഓക്കെ, ഈ കോർണറിലാണ് റസ്റ്റ് ചെയ്യുന്നത്. സോ ആ കോർണർ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ലാന്റ് എഡ്ജ് ഇതാണ്. സോ യു ക്യാൻ സീ ദാറ്റ് സ്ലാന്റ് എഡ്ജ് ഇൻ ദ ഫ്രണ്ട് വ്യൂ. ഏതാണത്? റൈറ്റ് എക്സ്ട്രീമിൽ വരുന്ന സ്ലാന്റ് എഡ്ജ് അല്ലെ, റൈറ്റ് എക്സ്ട്രീമിൽ വരുന്ന സ്ലാന്റ് എഡ്ജ് OC ആണ്. സോ the object will be resting on this corner, that is C. C-യിലായിരിക്കും ഇനി റസ്റ്റ് ചെയ്യാൻ പോകുന്നത്. And OC will be making an angle of 45 degree with the HP. അപ്പൊ അങ്ങനെ നിങ്ങൾ വരയ്ക്കുക. Fix this point C on the XY line അല്ലെ. പോയിന്റ് C എവിടെ ഫിക്സ് ചെയ്യാം? XY ലൈനിൽ ഫിക്സ് ചെയ്യാം. Because it is resting on the HP. So C1 dash ഞാൻ മാർക്ക് ചെയ്തു. And നെക്സ്റ്റ് എന്ത് ചെയ്യണം? CO ലെങ്ത് മെഷർ ചെയ്യണം. ഓക്കെ, കറക്റ്റ് ഇതേ ലെങ്ത് തന്നെ മെഷർ ചെയ്യണം. പല ആൾക്കാരും മിസ്റ്റേക്ക് വരുത്തും. നെക്സ്റ്റ് മെഷർ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ആക്സിസ് ലെങ്ത് ആയിരിക്കും മെഷർ ചെയ്യാം. ചില ആൾക്കാർ O ഡാഷും A ഡാഷിലേക്കുള്ള ലെങ്ത് മെഷർ ചെയ്യും. ഓക്കെ, രണ്ടും റോങ് ആണ്.
നിങ്ങൾ മെഷർ ചെയ്യേണ്ടത് ഏതാണ്? സി ഡാഷ് ടു ഒ ഡാഷ്. ദിസ് ഡിസ്റ്റൻസ് യു ഹാവ് ടു മെഷർ. ആൻഡ് ഇത് ശ്രദ്ധിക്കുക, ഒ ഡാഷ് ടു എ ഡാഷ് ലെങ്ത്തും ഒ ഡാഷ് ടു സി ഡാഷ് ലെങ്ത്തും സെയിം ആയിരിക്കില്ല. ഓക്കെ, രണ്ടേ കേസിൽ ഇവിടെ ലെഫ്റ്റ് എക്സ്ട്രീമിൽ വരുന്ന ഒ ഡാഷ് എ ഡാഷും ഒ ഡാഷ് സി ഡാഷും സെയിം ആയിരിക്കില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒ എ ബി സി ഡി മാർക്ക് ചെയ്ത് നെക്സ്റ്റ് പോയിന്റ് ഇ മാർക്ക് ചെയ്തില്ല. ഇ എന്ന് പറയുന്നത് എയുടെ നേരെ ഡയറക്റ്റ് ബിഹൈൻഡ് ആയിട്ടാണ്. സോ അത് എ ഡാഷിന്റെ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യണം, ഇ ഡാഷ്. സോ ആക്ച്വലി ലെഫ്റ്റ് എക്സ്ട്രീമിൽ ഇവിടെ വരുന്നത് ഒരു എഡ്ജ് ആണ്. എ ഡാഷ് ഇ ഡാഷ് എന്ന് പറയുന്ന ഒരു എഡ്ജ് ആണ്. റൈറ്റ് എക്സ്ട്രീമിൽ വരുന്ന ഒരു കോർണർ ആണ്. അപ്പൊ ഇവിടെ കാണുന്ന ഒ ഡാഷ് എ ഡാഷ് ഇ ഡാഷ് എന്ന് പറയുന്ന ട്രയാങ്കുലർ ഫേസ് ആണ് ലെഫ്റ്റ് എക്സ്ട്രീമിൽ വരുന്ന ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ട് ഹിയർ ഒ ഡാഷ് സി ഡാഷ് ഇസ് എ സ്ലാന്റ് എഡ്ജ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് എക്സ്ട്രീമിൽ വരുന്ന ഇതൊരു ട്രയാങ്കുലർ ഫേസ് ആണ്, റൈറ്റ് എക്സ്ട്രീമിൽ വരുന്ന ഒരു സ്ലാന്റ് എഡ്ജ് ആണ്. ഇവിടെ നോക്കാം, ഇവിടെ ലെഫ്റ്റ് എക്സ്ട്രീമിൽ ഇത് ഒരു എഡ്ജ് ആണ്, സ്ലാന്റ് എഡ്ജ് ആണ്. സ്ലാന്റ് എഡ്ജ് ആണ് കോർണറിലേക്ക് വരുന്നത്. റൈറ്റ് എക്സ്ട്രീമിൽ വരുന്നത് ഇത് ഒരു ഫേസ് ആണ്. ഇതൊരു ഫേസ് ആണ്, ട്രയാങ്കുലർ ഫേസ് ആണ്. ബട്ട് ഇൻ ദ ഫ്രണ്ട് വ്യൂ നമുക്ക് അതൊരു ലൈൻ ആയിട്ട്, ഈ ഒരു ലൈൻ ആയിട്ട് മാത്രമേ കാണുള്ളൂ. ബട്ട് ആക്ച്വലി ദാറ്റ് റെപ്രസെന്റ്സ് എ ട്രയാങ്കുലർ ഫേസ്. ഈ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിന്റെ ബാക്കിലായിട്ട് ഒരു എഡ്ജും ഒരു കോർണറും കൂടി ഉണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി എൻ എഡ്ജ്. കോർണർ മാത്രമല്ല, അവിടെ ഒരു എഡ്ജ് ആണ് വരുന്നത്. റൈറ്റ് എക്സ്ട്രീമിൽ വരുന്നത് കോർണർ ആണ്. ഓക്കെ, ഇതിന്റെ ബാക്കിൽ വേറെ ഒന്നും വരാനില്ല. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒ ഡാഷ് ടു സി ഡാഷ് ലെങ്ത് മെഷർ ചെയ്യുക. ഇതാണ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ട് പറഞ്ഞത്. സോ പ്രൊട്രാക്ട് സിയിൽ പ്ലേസ് ചെയ്ത് 45 ഡിഗ്രി ആംഗിൾ ഒ ഡാഷ് സി ഡാഷ് ലെങ്ത് സെയിം ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, C1 ഡാഷ് O1 ഡാഷ് ഞാൻ മാർക്ക് ചെയ്തത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് റീഡ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ ചെയ്യാം? സി ഡാഷിന് എ ഡാഷിലേക്കുള്ള ലെങ്ത് മെഷർ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റൻ ഏതാണ്ട് മനസ്സിലായല്ലോ. അതായത് ഏതാണ്ട് ഇതുപോലെയാണ് വരിക എന്നറിയില്ലേ. ഓക്കെ, സിയിൽ ഇതിങ്ങനെ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് എ പോർഷൻ, എ വരുന്ന ആ ഭാഗം കുറച്ച് ലിഫ്റ്റ് ആവും, മുകളിലേക്ക് ലിഫ്റ്റ് ആവും. അപ്പെക്സ് റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ബേസ് ഈ ലെങ്ത് സി ഡാഷിന് എ ഡാഷിലേക്കുള്ള ലെങ്ത് കോമ്പോസിറ്റ് മെഷർ ചെയ്യാം. സി ഡാഷ് ഫിക്സ് ചെയ്ത് ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, സിമിലർലി ഫ്രം ഒ ഡാഷ് ടു എ ഡാഷ് ലെങ്ത് തന്നെ എടുക്കുക, ഈ ലെങ്ത് കോമ്പോസിറ്റ് എടുക്കുക, ഒ ഡാഷ് ഫിക്സ് ചെയ്ത് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് പോയിന്റ് എ കിട്ടും. ഓക്കെ, ഇതെടുക്കുന്നതിന് പകരം ഇതാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. ഓക്കെ, ഒ ഡാഷ് ടു എ ഡാഷ് ലെങ്ത് തന്നെ എടുത്തിട്ട് കോമ്പസിൽ ആർക്ക് വരയ്ക്കണം. സോ you will get the third point. Okay, now correct പൊസിഷനിൽ തന്നെ ബാക്കിയുള്ള പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ സി ഡാഷ് കിട്ടി, നെക്സ്റ്റ് എ ഡാഷ് ആൻഡ് ഇ ഡാഷ് ആൻഡ് ബി ഡാഷ്. ഫ്രം സി ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് അത് മാർക്ക് ചെയ്യാം. സോ ഇവിടെ മാർക്ക് ചെയ്യാം. So this is B1 dash and bracketൽ D1 dash. ആൻഡ് ഇവിടെ ബേസ് സെന്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യില്ല, ബേസ് സെന്റർ മാർക്ക് ചെയ്യണം. ആ ബേസ് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അതും നമ്മളിവിടെ മാർക്ക് ചെയ്യാം. അതായത് എച്ചിലേക്കുള്ള എ ഡാഷിൽ നിന്ന് എച്ച് ഡാഷിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. സോ ദാറ്റ് ഓൾസോ മാർക്ക് ചെയ്യാം. സോ ദിസ് ഈസ് H1 dash. സോ H1 ഡാഷിൽ നിന്ന് എക്സ് വരിക. ഓക്കെ, ആൻഡ് B1 ഡാഷിൽ നിന്ന് സ്ലാന്റ് എഡ്ജ്. സോ ഫ്രണ്ട് വ്യൂ എന്താണോ സെയിം തന്നെയാണ് നമ്മൾ റീഡ്രോ ചെയ്യുന്നത്, ടിൽറ്റ് ആയിട്ട് മാറ്റി വരുന്നത്. സോ സെയിം സൈസ് ആൻഡ് ഷേപ്പ് ഷുഡ് ബി ദർ. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. അടുത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ കോർണേഴ്സും. സെക്കൻഡ് പൊസിഷനിലെ ഫ്രണ്ട് വ്യൂ എല്ലാ കോർണേഴ്സും താഴേക്ക് പ്രൊജക്ട് ചെയ്യണം. ആൻഡ് ഫ്രം ദ ടോപ്പ് വ്യൂ ഓഫ് ദ സിമ്പിൾ പൊസിഷൻ റൈറ്റ് എക്സ്ട്രീമിലേക്ക് ലൈൻസ് പ്രൊജക്ട് ചെയ്യാം. ഞാൻ ഈ എൻഡ് മാത്രം പ്രൊജക്ട് ചെയ്യാൻ കാരണം ഇത് സിയും ഓയും വരുന്നുണ്ട്. സോ ഓന്റെ പൊസിഷൻ ഇവിടെയാണ് വരുന്നത്. സോ അതുകൊണ്ട് മാത്രം അത് എക്സ്റ്റെൻഡ് ചെയ്തത്. ദെൻ ഇ. ഓക്കെ,
Now A1 dash and A. Need to mark here. A1, B1 dash and B1, C and C1 dash, C1, D and D1 dash, D1, E and E1 dash, E1. Okay. Last point, apex O1 dash and O. This is O1. Now join the extreme points to form the boundary. So C the boundary area. B in direct O like mark here. D in O like mark here. So this will be the boundary of the top view. Okay. This is the boundary of the top view. Now you have to identify the visibility of N face. Base in the visibility identify. Base in the visibility. Whether it will be visible or not. Okay. Now we are looking from the top. Okay. Base visible ആവില്ലല്ലോ അല്ലേ? ഈ ഒരു പോർഷൻ നമ്മൾ മുകളിലേക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബേസ് കാണാൻ പറ്റില്ല. അടിയിൽ നോക്കിയാലേ ബേസ് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ബേസ് മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ടോപ്പ് വ്യൂവിൽ ബേസ് കാണാൻ പറ്റും. സോ ഇൻ ദിസ് പോർഷൻ ബേസ് വിൽ നോട്ട് ബി വിസിബിൾ ഇൻ ദ ടോപ്പ് വ്യൂ. സോ the remaining edges of the base should be marked using dashed lines. So remaining edges BC and CD ആണ്. So അത് ഞാൻ ഇവിടെ dashed lines വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ C is not visible. So C യിലൂടെ പോകുന്ന longer edge also will not be visible. So that also you have to mark using dashed line. Okay. Now what about the other two edges? B, O and D other slanted already on the boundary. Remaining slanted are EO and AO. And that is the visibility. Both of these corners are visible. These two corners are visible on the top. Okay. That is we tilt it. Another top two points on either end. Okay. These two corners. അതിലൂടെ പോകുന്ന സ്ലാൻഡ് എഡ്ജസ് ആണ് പറയുന്നത്. അത് ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ EO and AO will be visible. അത് തിക്കായിട്ട് തന്നെ വരയ്ക്കുക. Okay. So this is the top view in the second position. Okay. Now you have to consider the other angle. അതേതാണ് ലാസ്റ്റ് ആംഗിൾ? എന്താണ് ലാസ്റ്റ് സർക്കിൾ ആംഗിൾ? ഏതാ? Top view of the axis makes an angle of 30 degree with the XY line. Top view of the axis makes an angle of 30 degree with the XY line. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇവിടെ ആക്സിസിന്റെ ആംഗിൾ എന്ന് പറയുന്നതാണ് ഇത് അല്ലെ, ആക്സിസിന്റെ ഇൻക്ലിനേഷൻ. ബട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെറുതെ ജസ്റ്റ് ഒരു ആക്സിസിന്റെ ഇൻക്ലിനേഷൻ ഉണ്ടാകുന്നത് ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. ആൻഡ് ദാറ്റ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി വിത്ത് ദ XY ലൈൻ. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇവിടെ ഒന്ന് ആക്സിന്റെ ആംഗിൾ ആണ്, മറ്റേത് സ്ലാൻഡേർഡിന്റെ ആംഗിൾ ആണ്. ബട്ട് നിങ്ങൾ എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്തു? നിങ്ങൾ രണ്ടാമത് കൺസിഡർ ചെയ്യേണ്ടത് സ്ലാൻഡേർഡിന്റെ ആംഗിൾ ആണ്. ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. റസ്റ്റ് ചെയ്യുന്നത് പ്ലെയിൻ ഏതാണോ അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് രണ്ടാമതായിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞത് അല്ലെ? അതാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ആ ആംഗിൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി അടുത്ത ആംഗിളിലേക്ക് പോവാം. അപ്പോൾ ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് മേക്സ് an angle of 30 degree with X line. ഇവിടെ ഞാൻ ആക്സിസ് മാർക്ക് ചെയ്യില്ല. ആക്സിസിന്റെ പൊസിഷൻ എങ്ങനെ വരിക? apex O1 is here and to get the H1 dash ഒരു ലൈൻ നേരെ താഴേക്ക് പോയിരിക്കാം. ഓക്കെ. O ഒന്ന് റൈറ്റ് H തന്നെ റൈറ്റിലേക്ക് പോയിരിക്കാം. ഇതായിരിക്കും H1ന്റെ പൊസിഷൻ. ഓക്കെ. H1 O1 നമ്മൾ ഡാഷ് ലൈൻ ആണ് വരക്കേണ്ടത്. ഓക്കെ. അപ്പൊ അവിടെ ഓൾറെഡി ഒരു H1 O1 ചെയിൻ ലൈൻ കേട്ടോ, ചെയിൻ ലൈൻ ആണ് വരക്കേണ്ടത്. ബട്ട് ഓൾറെഡി ഇവിടെ സ്ലാൻഡ് എഡ്ജ് ഉണ്ട്, ഒരു ഡാഷ് ലൈൻ ആയിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ അത് കംപ്ലീറ്റ് റെപ്രസെന്റ് ചെയ്യലും കുഴപ്പമില്ല. അപ്പം H1 O1 എന്ന് പറഞ്ഞാണ് ടോപ്പ് വ്യൂയുടെ ആക്സിസിന്റെ ലെങ്ത് അല്ലെ? രണ്ടാമത്തെ ടിൽറ്റഡ് പൊസിഷനിലെ ടോപ്പ് വ്യൂയുള്ള ആക്സിസ് ലെങ്ത് HO ആണ്. ഇത് ആക്ച്വൽ ലെങ്ത് ആയിരിക്കുമോ? അല്ലല്ലോ.
റെഡ്യൂസ് ലെങ്ത് ആയിരിക്കില്ലേ? ആക്ച്വൽ ലെങ്ത് ഇതാണ്, ഇത് ആക്ച്വൽ ലെങ്ത് ആണ്. ഇവിടെ കാണുന്നതും ആക്ച്വൽ ലെങ്ത് ആണ്, ആക്ച്വൽ ലെങ്ത്. ബട്ട് ഇൻ ദ ടോപ്പ് വ്യൂ ദാറ്റ് ഇസ് നോട്ട് ദ ആക്ച്വൽ ലെങ്ത് അല്ലേ? അത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആക്സിസ് ഇതുപോലെ ഇൻക്ലൈൻഡ് ആയി കഴിഞ്ഞാൽ ടോപ്പിൽ കാണുന്നത് ഒരു റെഡ്യൂസ് ലെങ്ത് ആയിരിക്കും, നമ്മൾ പഠിച്ചതാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ആക്സിസിനെ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ആക്കണം. അറ്റ് ദിസ് പൊസിഷൻ ദ ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് ഈസ് പാരലൽ ടു ദ എക്സ് പ്ലെയിൻ അല്ലേ? ദാറ്റ് മീൻസ് ആക്സിസ് പാരലൽ ടു വി പി. ആക്സിസ് വി പിക്ക് പാരലൽ ആയതുകൊണ്ടാണ് ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് ഇങ്ങനെ കാണുന്നത്, അതായത് പാരലൽ ടു എക്സ് പ്ലെയിൻ ആയിട്ട് കാണുന്നത്. അത് നിങ്ങൾ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ആക്കണം. സോ 30 ഡിഗ്രി ആംഗിളിൽ ഡ്രോ എ ലൈൻ. ഓക്കെ, 30 ഡിഗ്രി ആംഗിളിൽ ഏതെങ്കിലും എക്സ് പ്ലെയിനിൽ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക, അവിടെ 30 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക, അതിൻ്റെ അകത്ത് ഈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുക, H1O1. ഓക്കെ, സോ H1O1 അവിടെ H2 എന്ന് മാർക്ക് ചെയ്യാം. H2 അടുത്ത പൊസിഷൻ അല്ലേ? സോ H_2 H2O2 ഓക്കെ. ഇനി ഇതിനെ ബേസ് ചെയ്ത് ബാക്കിയുള്ള പോയിന്റ്സ് നമുക്കിവിടെ മാർക്ക് ചെയ്യണം. എങ്ങനെ മാർക്ക് ചെയ്യും? ഈ ആക്സിസിനെ എച്ചിനെയും ഓനെയും ബേസ് ചെയ്ത് ബാക്കിയുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യണം. എങ്ങനെ മാർക്ക് ചെയ്യാം? അതിന് നമുക്ക് കോമ്പസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് 2 പോയിന്റ്സ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഓരോന്നിലേക്കുള്ള ഡിസ്റ്റൻസ് 2 പോയിന്റ്സ് മെഷർ ചെയ്യാം. ഇപ്പോൾ എ ആണ് മാർക്ക് ചെയ്യണമെങ്കിൽ എച്ച് നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക, ഇതിന്റെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഓന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും കോമ്പസിൽ എടുക്കുക, കോമ്പസ് ഓയിൽ ഫിക്സ് ചെയ്ത് ഒരു ആർക്ക് വരയ്ക്കുക. ബട്ട് ആ സമയത്ത് നിങ്ങൾക്ക് അറിയണം എങ്ങനെയായിരിക്കും ഇതിന്റെ പൊസിഷൻ വരുവാണ്. ഇതിങ്ങനെ നമ്മൾ 30 ഡിഗ്രി ചെരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഇതുപോലെയാണ് വരിക അല്ലെ? ഇതുപോലെയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്റെ പൊസിഷൻ ഇവിടെയാണ് വേണ്ടത്, ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു പൊസിഷൻസ് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം. സ്കെയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം? സ്കെയിൽ സെറ്റ് വരെ യൂസ് ചെയ്ത് ചെയ്യാം. അത് ശ്രദ്ധിക്കാം. H എന്ന് ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യാം. സോ ആ ലെങ്ത് ഈ ലൈനിൽ മെഷർ ചെയ്യാം. ഓക്കെ, ഈ എ എന്ന് പറഞ്ഞാൽ ഈ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് എച്ച് എന്ന് മെഷർ ചെയ്യാം. ആ സെയിം ലെങ്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ആൻഡ് ഈ എ എന്ന് പറയുന്നത് ഈ വെർച്വൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. സോ നമുക്കിവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരിക ഇതുപോലെ. ഓക്കെ, സോ A2 ആൻഡ് E2 മാർക്ക് ചെയ്തു. സോ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ലൈനിൽ നിന്ന് നേരെ എയിലേക്കുള്ള ഡിസ്റ്റൻസും കറക്റ്റ് മെഷർ ചെയ്തിട്ട് തന്നെ ഇവിടെ മാർക്ക് ചെയ്യണം. ഇനി അടുത്ത പോയിന്റ് സി വരുന്നത് ഈ ലൈൻ തന്നെയാണ്, H1 എന്ന് പറയുന്ന ലൈൻ തന്നെയാണ് സി വരുന്നത്. സോ എച്ച് എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, അത് H2 എന്ന് മാർക്ക് ചെയ്യാം. സോ സി കിട്ടി, C2. അടുത്ത പോയിന്റ്, അടുത്ത 2 പോയിന്റ്സ് ഡി ആൻഡ് ബി ആണ്. സോ ഡി ബി ഒരു ലൈൻ നമുക്കിവിടെ അസ്യൂം ചെയ്യാം, ഇവിടെ ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ആ ലൈൻ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. സോ ആ ലൈനിലേക്ക് എച്ച് എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, ആ സെയിം ഡിസ്റ്റൻസ് ഇവിടുന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഡി ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാം. ആ ലൈനിലേക്ക് എച്ച് എന്നുള്ള ഡിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഈ ഡി ബി പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. ഈ HO എന്ന് പറയുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഡി ബി മാർക്ക് ചെയ്യണം. അപ്പോഴും ഡിയിലേക്കുള്ള ഡിസ്റ്റൻസും കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ എല്ലാ പോയിന്റ്സും ആയി. D2 ആൻഡ് B2 join all these corners. Okay, so ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനിലെ ടോപ്പ് വ്യൂ സെയിം അതുപോലെ തന്നെ ഇവിടെ വരണം, പക്ഷെ ആംഗിൾ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഷേപ്പും സൈസും ഒക്കെ സെയിം ആയിരിക്കണം റീഡ്രോ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഇതിന്റെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം പറയാം. ഓക്കെ, വരയ്ക്കുന്നവർക്ക് വരച്ചു തുടങ്ങാം കേട്ടോ, സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ശരി, നമുക്ക് ബ്രേക്കിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം.